ആയപ്പൻ എന്ന് പറഞ്ഞ ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പം നമ്മുടെ അച്ഛനാണ് ട്ടോ ഒന്ന് മുട്ട ബജി ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം നമ്മൾ മുട്ട ബോയിൽ ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ എന്താ അച്ഛൻ ഉണ്ടാക്കണമെന്ന് അറിയോ? ഒന്ന് ദേശീയ പണിമുടക്കായോണ്ടാട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ബജിക്കുള്ള ആ പൊടി ഇടണം. അച്ഛൻ്റെ കടയിൽ അതിൻ്റെ പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ കട വരുന്നത് ചിറക്കി കാട്ടകാമ്പ ന്യൂ കുറുമ്പൂർ സൂപ്പർ മാർക്കറ്റിലാണ്. അപ്പോൾ ആ പൊടി നമ്മൾ എങ്ങനെ ഇടണമെന്ന് അറിയോ? മുട്ട എത്ര എണ്ണം ഉണ്ടോ അതിൻ്റെ അനുസരിച്ച് പൊടി ഇടണം. പിന്നെ പൊടീൻ്റെ അത്ര വെള്ളം ഒഴിക്കണം കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സ് ചെയ്യണം, നമ്മൾ ഇങ്ങനെ കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് പറഞ്ഞു വരുമ്പോഴേക്കും മുട്ടയുടെ ചെറുതായിട്ട് ഇങ്ങനെ ബോയിലായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബജ്ജീൻ്റെ ഇത് റെഡി ആയിട്ടോ. അപ്പോൾ അച്ഛൻ മുട്ട ബോയിലായി. അപ്പോൾ അച്ഛൻ മുട്ട തോട് പൊളിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 കഷ്ണമായിട്ട് മുട്ട കട്ട് ചെയ്യണം. നമ്മളൊരു 8 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 കഷ്ണമാക്കി 16 എണ്ണം കേട്ടോ. അതാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ 8 × 2 16 അങ്ങനെയല്ലേ. നമ്മൾ ചീഞ്ചട്ടിയിലാണ് കേട്ടോ മുട്ട ബജി ഉണ്ടാക്കിയത്. അപ്പോൾ ചീഞ്ചട്ടിയിൽ എണ്ണ ഒഴിക്കുകയാണ്. ചീഞ്ചട്ടി ഒന്ന് എണ്ണ വെച്ച് കുതിർത്ത് വെച്ചു. അപ്പോൾ അച്ഛൻ മുട്ട ബജി ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇട്ടു ചീഞ്ചട്ടിക്ക്. അച്ഛന് ചെറിയൊരു പേടി കൈ പൊള്ളുന്നു, അത്രേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഉള്ളത് തന്നെയല്ലേ. ഇല്ല പിന്നെ നമ്മുടെ മുട്ട ബജി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല ക്രിസ്പി മുട്ട ബജി ആയിരുന്നു. നല്ല എണ്ണയിലൊക്കെ വെറുതെ കോരിയെടുത്ത്. അപ്പം നിങ്ങൾ ഇത് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ, അങ്ങനെ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.